വി ഡി സതീശനെ മുഖ്യമന്ത്രിയാക്കണം എന്നാവശ്യപ്പെട്ട് പ്രവർത്തകർ തെരുവിലേക്ക് ഇറങ്ങാൻ പോവുകയാണ്. കൊടുങ്ങല്ലൂരിൽ ഇന്ന് വൈകിട്ട് പ്രകടനം നടക്കും. കുന്നംകുളത്തും ആലുവയിലും പ്രകടനത്തിന് ആഹ്വാനം ചെയ്തിട്ടുണ്ട് പ്രവർത്തകരുടെ ഭാഗത്തു നിന്ന്. MK ഷുക്കൂർ ചേരുകയാണ് വിവരങ്ങളുമായി. ഷുക്കൂർ, അപ്പോൾ പട നയിച്ചവൻ നാട് നയിക്കട്ടെ എന്നുള്ള ക്യാപ്ഷൻ നമ്മൾ സമൂഹ മാധ്യമങ്ങൾ മാത്രമാണ് ഇത് കണ്ടത്. ഇപ്പോൾ ഒരുപക്ഷെ ഒരു പ്രകടനത്തിന് പ്രവർത്തകർ ആളുകളെ കൂട്ടുന്നു എന്നുള്ളത് മനസ്സിലാക്കുകയാണ്. അപ്പോൾ വലിയ തോതിൽ വി ഡി സതീശനായിട്ടുള്ള ഒരു വിളി കേൾക്കുകയാണ്. എവിടേക്കാണ് ഇപ്പോൾ ഇന്ന് പ്രകടനം നടക്കാനുള്ള സാധ്യത? കോൺഗ്രസ് പ്രവർത്തകർ തന്നെയാണോ? അപ്പോൾ സ്വാഭാവികമായും വി ഡി സതീശന്റെ ഒപ്പം നിൽക്കുന്ന ആളുകൾ തന്നെയാണ് അതിന് നേതൃത്വം നൽകുന്നുണ്ടാവുക. എവിടേക്കാണ് ഇപ്പോൾ ഷുക്കൂർ അതിനുള്ള ഒരു തീരുമാനമായിട്ടുള്ളത്? മഹേഷ്, സാമൂഹ്യ മാധ്യമങ്ങളിലും നമ്മുടെ സമൂഹത്തിലെ വിവിധ ഇടങ്ങളിലുമായി ഉയർന്നു വന്ന വി ഡി സതീശൻ മുഖ്യമന്ത്രിയാകണമെന്ന ആവശ്യം അതൊരു തെരുവിലെ ആവശ്യമായി കൂടി മാറുകയാണ്. അത് ഇപ്പോൾ കോൺഗ്രസിന്റെ പ്രവർത്തകർ പലയിടത്തും പ്രകടനം നടത്തി അത്തരമൊരു ആവശ്യം ഉന്നയിക്കാൻ തീരുമാനിച്ചിട്ടുണ്ട്. ആലുവയിലാണ് ഇപ്പോൾ ആദ്യമായി അത്തരമൊരു പ്രകടനത്തിന്റെ ആഹ്വാനം വന്നിരിക്കുന്നത്. ജനഹിതം അട്ടിമറിക്കരുത്, പട നയിച്ചവൻ നാട് ഭരിക്കട്ടെ, ജനനായകൻ വി ഡി സതീശന് അഭിവാദ്യങ്ങൾ. ഇന്ന് വൈകിട്ട് 6 മണിക്ക് കൊടുങ്ങല്ലൂരിൽ പ്രകടനം എന്നൊരു പോസ്റ്റർ ആദ്യം സാമൂഹ്യ മാധ്യമങ്ങളിൽ പ്രത്യക്ഷപ്പെട്ടു. പിന്നീട് അതേക്കുറിച്ച് അന്വേഷിക്കുമ്പോൾ കൊടുങ്ങല്ലൂർ ബ്ലോക്ക് കോൺഗ്രസിന്റെ പ്രസിഡന്റ് അടക്കമുള്ളവർ നേതൃത്വം നൽകുന്ന ഒരു സംവിധാനമാണ് ഈ ഒരു തെരുവിലെ പ്രകടനം നിശ്ചയിച്ചിട്ടുള്ളതെന്ന് വ്യക്തമായി. എന്തായാലും വൈകുന്നേരം 6 മണിയോടുകൂടി കൊടുങ്ങല്ലൂരിൽ വി ഡി സതീശനെ മുഖ്യമന്ത്രിയാക്കണമെന്ന് ആവശ്യപ്പെട്ടുള്ള ഒരു പ്രകടനം നടക്കാൻ പോവുകയാണ്. 500 പേരെങ്കിലും ഈ പ്രകടനത്തിൽ പങ്കെടുക്കും എന്നുള്ളതാണ് അതിന് സംഘാടകർ അറിയിക്കുന്നത്. ഒപ്പം തന്നെ ആലുവ കീഴ്മാടും, അത് വി ഡി സതീശന്റെ താമസ സ്ഥലത്തോട് ചേർന്ന സ്ഥലമാണ്, അവിടെയും ഒരു പ്രകടനം അവിടെയുള്ള പ്രവർത്തകർ നിശ്ചയിച്ചിട്ടുണ്ട്. മറ്റൊന്ന് തൃശ്ശൂർ കുന്നംകുളത്തെ കടവല്ലൂർ പഞ്ചായത്തിലെ പെരുമ്പിലാവിലാണ് ഒരു പ്രകടനം നിശ്ചയിച്ചിട്ടുള്ളത്. ഇങ്ങനെ 3 പ്രകടനങ്ങൾ ഇതിനകം തന്നെ പ്രഖ്യാപിച്ചു കഴിഞ്ഞു. വൈകുന്നേരം സ്വാഭാവികമായും വി ഡി സതീശന്റെ കാര്യത്തിൽ ഹൈക്കമാൻഡ് തീരുമാനം വരുന്നതിന് മുമ്പ് തന്നെ തങ്ങളുടെ അഭിപ്രായം, വികാരം ഇതാ അറിയിക്കുന്നു എന്ന രീതിയിലാണ് ഇപ്പോൾ പ്രവർത്തകർ തെരുവിലേക്ക് ഇറങ്ങുന്നത്.